1-0. Lift off normal. Bright morning of the New Year's Day made brighter by a majestic liftoff. PSLV C-58 carrying India's X-ray polarimetric. പുതുവത്സര ദിനത്തിൽ തന്നെ മികച്ച നേട്ടം. ലോക ചരിത്രത്തിൽ എക്സ്റേ തരംഗങ്ങളുടെ പഠന ലക്ഷ്യമിട്ട് നടത്തിയ രണ്ടാം വിക്ഷേപണമായ PSLV C-58 എക്സ്പോസാറ്റ് ഇസ്രോ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. Satellite separated. And there is a confirmation that the Exposat satellite has been separated. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ ബ്ലാക്ക് ഹോളുകളെ കുറിച്ചും ന്യൂട്രോൺ നക്ഷത്രങ്ങളെ കുറിച്ചുമുള്ള വിവരങ്ങൾ കണ്ടെത്തുക എന്നതാണ് എക്സ്പോസാറ്റിലൂടെ ISRO ലക്ഷ്യമിടുന്നത്. Yet another successful mission of PSLV has been accomplished. PSLV C-58 has placed the primary satellite Exposat in the desired orbit. ഇതിനു പുറമെയാണ് തിരുവനന്തപുരം LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വുമൺ നിർമ്മിച്ച വിസാറ്റ് ഉൾപ്പെടെ വിവിധ ഏജൻസികൾ നിർമ്മിച്ച 10 പേലോഡുകൾ കൂടി വിക്ഷേപണത്തിന്റെ ഭാഗമായത്. കേരളത്തിൽ നിന്ന് ആദ്യമായി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച പേലോഡ് എന്ന പ്രത്യേകത കൂടി വിസാറ്റിനുണ്ട്. വൈകാതെ ഈ പേലോഡുകൾ കൂടി 350 കിലോമീറ്റർ ഉയരമുള്ള ഭ്രമണപഥത്തിലെത്തിക്കുമെന്നും ഇസ്രോ വ്യക്തമാക്കി. 5 വർഷമായിട്ടുള്ളൊരു കഷ്ടപ്പാട്, ഇത്രയും നാളായിട്ട് ഈ പ്രോജക്റ്റിനെ പറയുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങളുടെ ബാച്ചിന് ഈ ഇംപ്ലിമെന്റേഷൻ ഫേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് 2023 രാജ്യം നടത്തിയ കുതിപ്പിന്റെ തുടർച്ചയാണ് 2024 ഇസ്രോ ലക്ഷ്യം വെക്കുന്നത്. 2025 ഗഗൻയാൻ വിക്ഷേപണത്തിന് മുന്നോടിയായുള്ള 2 ആളില്ലാ പരീക്ഷണ വിക്ഷേപണങ്ങളും നിരവധി PSLV, GSLV, SSLV വിക്ഷേപണങ്ങളുമായി സതീഷ് ധവൻ സ്പേസ് സെന്റർ ഈ വർഷവും തിരക്കിലായിരിക്കും. അതേസമയം ആദിത്യ L1ന്റെ ലഗ്രാഞ്ച് പോയിന്റിലേക്കുള്ള യാത്ര ജനുവരി 6 വൈകിട്ട് അവസാനിക്കുമെന്ന് ഇസ്രോ അറിയിച്ചു. ഇതോടെ ചരിത്ര ദൗത്യത്തിന്റെ സമ്പൂർണ്ണ വിജയമെന്ന വാർത്തയ്ക്ക് വേണ്ടിയായിരിക്കും രാജ്യം ഇനി പ്രതീക്ഷയോടെ കാത്തിരിക്കുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.